ഹലോ ഫ്രണ്ട്സ്, നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റുന്ന ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കാൻ ആവിയിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന, സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മടിക്കല്ലേ. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലതുപോലെ പതഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. മധുരത്തിന് ആവശ്യം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചസാരയെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. പഞ്ചസാരയും മുട്ടയും മിക്സിയിൽ വേണമെങ്കിൽ നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ എല്ലാം ഒന്ന് അലിഞ്ഞ് ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലേവർലെസ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പൈനാപ്പിൾ എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഒരു എസൻസും ഇല്ലെങ്കിൽ നമുക്ക് 2-3 ഏലക്ക പൊടിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലും ഒരു കളർ, ഒരു ഫ്ലേവർ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒന്ന് ഫ്ലേവർലെസ്സിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം ഈ ഒരു പരുവം, ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള, ഒത്തിരി അങ്ങ് ലൂസ് ആവരുത്, ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമും കാഷ്യൂനട്ടും ഞാൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും പിസ്ത, ഉണക്കമുന്തിരി അല്ലെങ്കിൽ ഈന്തപ്പഴം, അങ്ങനെ ഏതെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ട്രേ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ആണെങ്കിലും മതിയാവും. അതിൽ ഇതുപോലെ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുക. ശേഷം എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നുള്ളതുകൊണ്ട് ഇത് ആവി വെള്ളം നമ്മുടെ മിക്സിലേക്ക് വരാതിരിക്കാൻ ഞാനിപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എയർ ഒന്ന് പോകാനായിട്ട്, ആവി ഒന്ന് പുറത്ത് പോകാനായിട്ട് ഒന്ന് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ അളവിലുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ച് വേണമെങ്കിൽ അടയ്ക്കാവുന്നതാണ്. ഇഡലി പാത്രത്തിന് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇഡലി പാത്രത്തിൻ്റെ തട്ട് ഞാൻ കമത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ മിക്സിൻ്റെ പാത്രം കൂടെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതൊരു 30 മുതൽ 35 മിനിറ്റ് സമയം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഇപ്പം നല്ലതുപോലെ ആവിയൊക്കെ കയറ്റി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ നല്ലൊരു ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്തെന്നറിയാനായിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കുക. ഒട്ടും ടൂത്ത് പിക്കിൽ പറ്റിയിരിക്കുന്നില്ല. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയാണ്. നല്ലതുപോലെ ചൂടെല്ലാം ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പിച്ചാത്തി ഉപയോഗിച്ച് സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ പാത്രത്തിൽ നിന്നും ഇത് ഇളക്കി മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇളക്കി മാറ്റി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഒരു 4-5 പേർക്കൊക്കെ നമുക്ക് വൈകിട്ടത് ചായയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഗൈസ്. താങ്ക് യു.